ഷാഫി പറമ്പിലിനെ ഇന്നലെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ രാത്രി തന്നെ ഈ വിവരം അറിഞ്ഞ് അവരോട് ഞാൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവരോട് സംസാരിച്ചു. 2 ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? പോലീസല്ലേ. സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് 2 ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി? തന്നെയുമല്ല, അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ മർദ്ദനം വെക്കുന്നു? ഷാഫി പറമ്പിലിനെ പോലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായ MP ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കഴിയുകയാണ്. ഇതാരാണ് ഈ ഉത്തരവാദി? ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം, തക്കതായ ശിക്ഷ കൊടുക്കണം. എന്നിട്ട് പറയാണ് ഒരു ലാത്തി ചാർജ് ഉണ്ടായി. പിന്നെ എങ്ങനെയാണ് പരിക്കുണ്ടായത്? മൂക്കിൽ നിന്ന് എങ്ങനെ ചോര വന്നു? എന്താ MP കണ്ട അറിയത്തില്ലേ അവർക്ക്, പോലീസുകാർക്ക്? അവൻ നിരന്തരമായി ഷാഫി പറമ്പലിനെ വേട്ടയാടാൻ ശ്രമം നടക്കുകയാണ്. അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടാ, 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്, അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവരുടെ മന്ത്രിമാരും സ്വർണം കക്കുന്നു. സ്വർണം കക്കുന്നവർക്കല്ല പ്രശ്നം, UDFനാണ് പ്രശ്നമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതെൻ്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല. ഞങ്ങൾക്ക് എന്താ? എടാ, ഇത് ആരാ പുറത്തു കൊണ്ടുവന്നത്? ഇത് പുറത്തു വന്നതിന് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തോടെ അല്ലേ? അപ്പോൾ കള്ളന്മാരെ പിടികൂടണം. കള്ളന്മാരെ സംരക്ഷിക്കാൻ ആരും ശ്രമിക്കരുത്. ദേവൻ്റെ മുതൽ കട്ടവരെ സംരക്ഷിക്കരുത്. അമ്പലം വിഴുങ്ങിയ ആളുകളെ സംരക്ഷിക്കരുത്. അത് തെറ്റായ നടപടിയാണ്. അങ്ങനെ ഒരു പ്രചരണം നാട്ടിൽ നടക്കുകയാണ്. UDFന് എന്ത് കുഴപ്പമാണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത്? 10 വർഷം നാട് ഭരിച്ചിട്ട് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട്, രുദ്രാക്ഷവും യോഗദണ്ഡും അടിച്ചു മാറ്റിയിട്ട്, എന്നിട്ട് ആ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിച്ച ഗവൺമെൻറ്റിനല്ല കുഴപ്പം, UDFനാണ് കുഴപ്പമെന്ന് പറയുന്നെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് കുഴപ്പമാണ്? ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? ഇത് അന്വേഷിക്കണം, വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം, കള്ളന്മാരുടെ കയ്യിൽ കയ്യാമം വെക്കണം. കള്ളന്മാരുടെ കയ്യിൽ കയ്യാമം വെക്കാതെ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിനോട് ആർക്ക് യോജിക്കാൻ കഴിയും? അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നത് തന്നെ ദൗർഭാഗ്യകരമാണ്. UDFന് എന്താ തിരിച്ചടി ഉണ്ടാകുന്നു? എനിക്ക് പിടികിട്ടുന്നില്ല. എന്താണ് UDFന് തിരിച്ചടി ഉണ്ടാകുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 നടന്ന സംഭവങ്ങളാണിതെല്ലാം. അന്ന് ആരാണ് നാട് ഭരിച്ചത്? അന്ന് ഭരിച്ചത് ഇടതു മുന്നണിയല്ലേ? ഇപ്പോഴും ഭരിക്കുന്ന അവരല്ലേ? ഈ ശബരിമല ധർമ്മശാസ്താവിൻ്റെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടുപോയ ആളുകളെ സംരക്ഷിച്ചത് ഈ ഗവൺമെൻറ്റും മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അല്ലേ? അപ്പോൾ ഈ കള്ള മുതൽ തിരിച്ചു പിടിക്കണം. ഇത് കട്ട ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. ഞങ്ങൾ അതുവരെ അതിൻ്റെ പ്രക്ഷോഭം തുടരും. ഇവിടെ ഒരു ഭക്തൻ, കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ആ കാനനവാസനായ അയ്യപ്പൻ്റെ, നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ സ്വർണങ്ങളും കാണിക്കുകയും ഒക്കെ അടിച്ചു മാറ്റുന്ന ആളുകളെ അയ്യപ്പൻ വെറുതെ വിടില്ല, നിയമവും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് അവസാനിക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെയാണ് പോകുന്നത് കാര്യങ്ങൾ. ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വൻ സ്രാവുകളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? കഥ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? വാതിൽപ്പടി അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? വിജയ് മല്യ അന്ന് കൊടുത്ത സ്വർണ്ണങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റാൻ പറ്റുമോ? ഇത് ആരോടാണിത് പറയുന്നത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മന്ത്രിമാരുണ്ട്, ഗവൺമെൻറ്റുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അത് നടക്കില്ല. അത് UDFന് ഒരു തിരിച്ചടി ഉണ്ടാവില്ല. UDF ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തിരിച്ചടി LDFന് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ പറ്റിച്ച് മുതലുകെട്ട് ഈ നാടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ തകർക്കുന്ന നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. 2019 ശേഷം ഞാൻ ഇന്നും ഓർക്കുന്നു, വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും വിളക്കുകൾ, പഴയ പലതരത്തിലുള്ള വിളക്കുകൾ, അതോടൊപ്പം തന്നെ ഉരുളികൾ, പാത്രങ്ങൾ, ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. അത് ഇതൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാധനങ്ങളാണ്. ഇത് വിറ്റാൽ കോടികൾ കിട്ടും.
അത് ലേലം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാനന്ന് എതിർത്തു. ഞാനന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ വാസുവിന് കത്തയച്ചു. അദ്ദേഹത്തോട് സംസാരിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് തടഞ്ഞത്. അല്ലായിരുന്നു അത് മുഴുവൻ പാത്രം മുഴുവൻ അടിച്ചുകൊണ്ട് പോയേനെ, വിറ്റ് കാശാക്കിയേനെ. അപ്പോൾ ദേവസ്വം ബോർഡിനെ ഇടതു മുന്നണി ഒരു കറവ പശുവാക്കുകയാണ്, കൊള്ളയടിക്കാനുള്ളൊരു കേന്ദ്രമാക്കുകയാണ്. ദേവൻ്റെ മുതൽ കക്കുന്നവരെ ദൈവം വിടില്ല. അതുകൊണ്ട് ആര് മോട്ടിച്ചാലും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് അനുഭവിക്കും, സംശയം വേണ്ട. ഇതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഷാഫി പറമ്പിൽ എംപിക്കടക്കമൊക്കെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ലാത്തിച്ചാർജ് നടന്നിട്ടില്ല.